എൻ്റെ പൊന്നെ ടാസ്ക് അതിഭീകരം. ഭീകരം എന്ന് പറഞ്ഞാലും പോരാ, ഭയാനകം, അപകടം. അയ്യോ ഒന്നും പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും അയ്യോ ഒന്നും പറ്റല്ലേ ആർക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം കല്ല് വെച്ചിട്ടുള്ള കളിയാണ് കട്ട എന്ന് പറഞ്ഞവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്റർലോക്കിന്റെ അത്ര കനമുള്ള കട്ട. ബിഗ് ബോസ് ഒക്കെ തന്നെ റിവ്യൂ പറഞ്ഞ് തന്നെ. പക്ഷെ ഇത് ടോർച്ചർ ടാസ്ക് പോലും ഇങ്ങനെ കൊടുക്കൂല ബിഗ് ബോസിൽ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരാണ്. നമ്മുടെ മലയാളത്തിലും വന്നിരുന്നു കട്ട ടാസ്ക്. ഓക്കെ, ഒരു കട്ട എന്നൊക്കെ പറയുമ്പോൾ സ്പോഞ്ചിനെക്കാളും കുറച്ചുകൂടി ഒരു കട്ടിയുള്ള സാധനമാണ് മലയാളം ബിബിയിലേക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇത് കൂടിപ്പോയി. ഇത് ഇന്റർലോക്ക് മാതിരിയുള്ള ഈ കട്ടകളൊക്കെ എടുത്ത് കൊടുത്ത് ഇവരുടെയൊക്കെ തലകളൊക്കെ പൊട്ടും. അവസാനം ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് ചവിട്ടി തള്ളുന്നു, കൂട്ടത്തല്ലാവുന്നു. സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിരുന്നപ്പോൾ ഒന്നും പറ്റല്ലേ പറ്റല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മൈൻഡിൽ. ഇന്നലെ റാണവന് സംഭവിച്ച കണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല. അത് റാണവന് 2 കണ്ടസ്റ്റന്റ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നടന്നത്. റാണവന്റെ കേസെത്തി പറയണ്ടത് ഞാൻ പറയാം, ഞാൻ അവസാനം പറയാം. ഇതുകൂടാതെ ഇന്ന് കട്ടകൾ, എൻ്റെ മുന്നേ കട്ട അടുക്കി ഇത് തള്ളിയിടുന്നു, ചവിട്ടി തള്ളിയിടുന്നു, പലരുടെയും ദേഹത്ത് തെറിക്കുന്നു, തലയിൽ തെറിക്കുന്നു, കയ്യിൽ ഇടിച്ച് പൊട്ടുന്നു. ഇതൊക്കെ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ലോറി കണക്കിന് കൊണ്ടുവന്ന് മെറ്റൽ ഇറക്കും കണക്കാണ് കല്ലുകളിൽ ചവിട്ടി തള്ളിയിടുന്നു, ദൂരെ തെറിച്ച് വീഴുകയാണ്. സത്യം പറഞ്ഞ ക്യാപ്റ്റൻ ആയിട്ടുള്ള വിശാല് പെട്ടുപോയി. കാരണം വിശാലിന് പറയുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? അലച്ചലച്ച് വിശാല് പറയുന്ന ആരും കേൾക്കൊന്നുമില്ല. അവസാനം വിശാൽ ഈ ടാസ്ക് എനിക്ക് കളിക്കണ്ട, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നോക്കുന്നില്ല. കാരണം പേടിക്കുന്നു, അത്രയ്ക്ക് പേടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ആരുണ്ട കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് പേടിക്കുന്നു വിശാൽ. കാരണം ഇത് പേടിക്കും സാധനങ്ങൾ. പക്ഷേ പേടിക്കുമെങ്കിലും ഇതൊക്കെ ലാസ്റ്റാണ്. പക്ഷെ തുടക്കത്തിൽ എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വീടിനകത്ത് മൊത്തം 13 പേരുണ്ട്. റാണവിന് കളിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള 12 പേരും സൂപ്പറായിട്ട് കളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യർക്കും ഒരു നെഗറ്റീവ് പറയാനില്ല. ഇപ്പൊ മുത്തുവിന്റെ ടീമായാലും അൻഷിതയുടെ ടീമായാലും ജാക്കിലിന്റെ ടീമായാലും സൗന്ദര്യയുടെ ടീമായാലും 4 ടീമാണ് ഞാൻ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ ടീമുകൾ ഒരാളുടെ പെർഫോമൻസ് പോലും നമുക്കിന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇയാളുടെ ഇങ്ങനെ ലോ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. സത്യം. കാരണം ഈ ആഴ്ച ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അത്ര സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. വീക്കായിട്ട് നിന്ന് രഞ്ജിത്ത് ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു പെർഫോം ചെയ്തത്. അവരുടെ മാക്സിമം എല്ലാവരും കൊടുത്തു. പക്ഷെ ഇതൊരുമാതിരി ഭയങ്കര വയലൻസ് പോലെ ആയിപ്പോയി. വയലൻസ് എന്നല്ല, വയലൻസ് വേറെ, വയലൻസ് പോലെ ആയിപ്പോയി. കൂട്ടയടി, ഇവിടെ അടി, അവിടെ അടി, അങ്ങോട്ടടി ഇങ്ങോട്ടടി, മൊത്തം അടിയായിപ്പോയി. ഒരു ടീം ഔട്ടുമായി. അതാണ് സംഭവം. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 73 ഡിസംബർ 18 തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റാണവിൻ്റെ കുറച്ച് കാര്യം പറയാം. ഇന്നലെ ജെഫ്രി റാണവിനെ തള്ളിയിടുന്ന വീഡിയോ ഒന്നും നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ല. പക്ഷേ എൻ്റെ ലൈവിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല കേട്ടോ. റാണവിനൊന്നും പറ്റുന്നതായിട്ട് തോന്നുന്നില്ല അതിനകത്ത്. പക്ഷെ എന്താ കാര്യമൊന്നും അറിയില്ല. അങ്ങനെ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് റാണവ് ഒന്ന് വീണ്ടും റാണവിൻ്റെ ഈ ഭാഗത്തൊന്നും തട്ടുന്ന പോലും ഇല്ല. തട്ടുന്നതൊക്കെ ഇവിടെയാണ് തട്ടുന്നത്. ചെറിയൊരു വീഴ്ചയാണത്. പക്ഷെ അത് ഇത്ര വലിയ സീനാകും എന്ന് ആരും കരുതിയില്ല. ഉള്ളതാണോ കള്ളമാണോ എന്ന് ഇപ്പോൾ ഡൗട്ട് അടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, എന്തായാലും അവിടെ നിൽക്കട്ടെ. നേരം വെളുക്കുന്നു എന്ന് റാണവും സൗന്ദര്യങ്ങളും സംസാരിക്കുകയാണ്. റാണവ് പറയാണ്, ഞാൻ ആ വീട് കിടന്ന സമയത്ത് നിന്റെ വോയിസ് മാത്രമാണ് എൻ്റെ ചെവിയിൽ കേട്ടത്. ഞാൻ അഭിനയം എന്ന് നീ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സൗന്ദര്യം പറഞ്ഞേടാ, എനിക്ക് മനസ്സിലായി, നീ ഇപ്പം പറഞ്ഞത് മനസ്സിലായി. പക്ഷെ നിനക്ക് അന്നേരം നീയും ഡിഫെൻഡ് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു, നിനക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ റാണവ് പറഞ്ഞു, എന്നെ ജെഫ്രി ലോക്ക് ചെയ്ത് പോയി, 2 സെക്കൻഡ് പോലും എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സൗന്ദര്യ, നീ താഴെ വീണപ്പോൾ അങ്ങനെ അല്ലായിരുന്നു ഇവിടെ നമ്മളെല്ലാവരും കരുതിയത്, നിന്റെ പ്ലേ ആയിരിക്കും എന്ന് കരുതി. അപ്പോൾ റാണവ് പറയുന്നത്, നിന്റെ വോയിസ് മാത്രമാണ് എൻ്റെ ചെവിയിൽ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ സൗന്ദര്യം സോറി, നീ വീട്ടിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇംപ്രഷൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നീ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ കരുതിയത്, ഞാനും അങ്ങനെ കരുതിയത്, സോറി. കുറച്ച് കഴിയുന്നു റാണവ് ഈ സംഭവം മുത്തുവിൻ്റെ അടുത്ത് പറയുകയാണ്. രഞ്ജിത്ത് കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നു. സൗന്ദര്യം ഇങ്ങനെ ഇംപ്രഷൻ്റെ കേസ് പറഞ്ഞു. സൗന്ദര്യയുടെ ശബ്ദം മാത്രമാണ് ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും മുത്ത് പറയാണ്,
നീ 100% ആണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇംപ്രഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. നീ 100% വേണ്ടിയിട്ടാണ് ഇവിടെ കളിക്കുന്നവളെ, 200% ഇംപ്രഷൻ കാണിക്കുന്നവളാണ് അവൾ കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ ഒരു സംശയവും ഇല്ല. പിന്നെ എനിക്കും ആ സമയത്ത് ഡൗട്ട് തോന്നിയിരുന്നൂടാ. പക്ഷെ അവളും ഈ പറഞ്ഞതുപോലെ നീ ഈ പറഞ്ഞ കണ്ടന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ നിന്നെ ആൾക്കാർ അറിയാൻ വേണ്ടി, നീ എപ്പിസോഡിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേലയാണെങ്കിൽ സൗന്ദര്യം അതിന് 200 ഇരട്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പം റാണവും വിശാലും കുറച്ച് കഴിയുന്നു. വിശാലിൻ്റെ അടുത്തും റാണവ് ഇത് തന്നെ പറയുന്നു. അപ്പോൾ വിശാൽ പറയണത്, നിന്റെ സ്ഥാനത്ത് ജെഫ്രി ആയിരുന്നെങ്കിൽ, ജെഫ്രിയുടെ കൈയാണ് ഇപ്പം ഇങ്ങനെ ഈ ലിഗമെന്റ് പൊട്ടിയെന്നെങ്കിൽ നീ ഈ കഥയിലെ വില്ലനായേനെ. അതാണ് ഈ വീട്. ഈ വീട്ടിൽ ഇപ്പം നിനക്ക് കിട്ടിയത് നന്നായിട്ട് നീ എടുക്കുക. നിനക്ക് കിട്ടിയത് ഒരു നല്ല അവസരമാണ്. ഇപ്പം ഇങ്ങനെ വയ്യാതെയൊക്കെ ആയിരുന്നിരുന്നാലും നിനക്ക് ഒരു നല്ല ചാൻസ് ആണ് ഇപ്പം കിട്ടിയ. നിന്റെ കിട്ടിയ അവസരം നീ മുതലാക്ക്. ആൾക്കാർ മാറുമ്പോൾ ഇവിടുത്തെ ഇത് അത് വിശാൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇപ്പം ഈ പറ്റുന്നത് ജെഫ്രിക്കായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ജെഫ്രിയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള അൻഷിത, പിന്നെ സൗന്ദര്യ, ജാക്ലിൻ, റയാൻ ഉൾപ്പെടെ വീട് ഇളക്കി മറിച്ചേനെ. അത് വേറൊരു ഫാക്റ്റാണ്. അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇപ്പം റാണവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതു ശത്രുവാണ്, കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റാണവിനായിക്കോട്ടെ, ദീപക്കിന്, മുത്തുവിന്, മഞ്ചരിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആരും ഒന്നുമേ തിരക്കൂല. കാരണം ഇവരൊക്കെ പൊതു ശത്രുക്കളാണ്. കാരണം കളിക്കാൻ ആരൊന്നും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആരും തിരക്കത്തൊന്നുമില്ല. ഇവരൊക്കെ പൊതു ശത്രുക്കളാണ്. അപ്പോൾ അടുത്ത് കുറച്ച് കഴിയുന്നു, ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം റാണവിന് ടാസ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റാണവിൻ്റെ ടീമിലുണ്ടായിരുന്ന റാണവും മഞ്ചരി ഒരു ടീമായിരുന്നല്ലോ, മഞ്ചരിയും കൂടി മുത്തുവിൻ്റെയും ദീപകിൻ്റെയും ടീമിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ മഞ്ചരി, മുത്തു, ദീപക് ഒരു ടീമായിട്ട് മാറുന്നു. അപ്പോൾ ടോട്ടൽ 4 ടീമായി. 3 പേരുള്ള 3 ടീമും 2 പേരുള്ള 2 ടീമും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പം അത് മാറിയിട്ട് എല്ലാ ടീമിലും 3 പേര് വെച്ചായി. അപ്പം നിങ്ങൾക്ക് ഇപ്പം മഞ്ചേരി റാണവും പറക്കി വെച്ചിരുന്ന കട്ടകളുണ്ടല്ലോ, ദീപക്കും മുത്തും പറക്കി വെച്ചിരിക്കുന്ന കട്ടകളും ഉണ്ട്. അപ്പോൾ ഈ കട്ടകളെല്ലാം കൂടി ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പുതിയതായിട്ട് കട്ട പറക്കി ഒരുമിച്ച് വെക്കാമെന്ന് പറയുന്നു. അങ്ങനെ മഞ്ചരി, മുത്തു, ദീപക് ഇവരുടെ കയ്യിൽ എത്ര കട്ടയുണ്ട്? 17 കട്ടയാണ് ഇപ്പോൾ ഉള്ളത്. ജെഫ്രി, അൻഷിത, പവിത്ര അവരുടെ കയ്യിൽ 17 കട്ടയുണ്ട്. റയാൻ, റയാൻ, രഞ്ജിത്ത്, ജാക്ലിൻ ഇവരുടെ കയ്യിൽ 14 കട്ടയുണ്ട്. റയാൻ, രഞ്ജിത്ത്, ജാക്ലിൻ അവരുടെ കയ്യിൽ 15 കട്ടയുണ്ട്. വിശാൽ, സൗന്ദര്യ, ജാക്ലിൻ അവരുടെ കയ്യിൽ 14 കട്ടയുണ്ട്. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ടാസ്ക് തുടങ്ങുന്നു. സൗന്ദര്യ, അൻഷിത, മുത്തു, റയാനാണ് കല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ദീപക് എന്ത് ചെയ്യുന്നു? ജെഫ്രിയുടെ ഈ കല്ലൊക്കെ എടുത്ത് കഴിയുന്നു. കല്ലെടുത്തവർ മൊത്തം ഇങ്ങനെ റൗണ്ടായി വരുള്ളൂ, കൺവെയർ ബെൽറ്റിൽ കൂടെ റൗണ്ടായി വരും. അപ്പം കല്ലെടുത്തതിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്? എല്ലാവരും കൂടി ഈ പറയുന്ന പോലെ കട്ട അപ്പുറത്തെ ടീമിൻ്റെ നിന്ന് പിടിച്ചു വരയ്ക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കല്ലെടുക്കാൻ പോകുന്ന സമയത്ത് അടുത്ത ആൾ വേണം പോവാൻ. അങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കേണ്ട. അങ്ങനെയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും കളിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇവരത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ദീപക് ജെഫ്രി അടുക്കി വെച്ചിരിക്കുന്ന കോട്ടയിൽ നിന്ന് കല്ലെടുക്കാൻ പോകുന്നു. അപ്പോൾ ജെഫ്രി ഇങ്ങനെ പിടിച്ചൊരു പുഷ് കൊടുക്കും. ഇങ്ങനെ വെച്ച് ഒരു പുഷ് കൊടുക്കുന്നു. ദീപക് പോയി മറിഞ്ഞതായി മലന്നടിച്ച് ഇങ്ങനെ വീഴുന്നു. സോറി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചൊക്കെ ജെഫ്രി എഴുന്നേൽപ്പിക്കുന്നു. എനിക്കും വേണമെങ്കിൽ ഇത് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയ വഴക്കാവുന്നു. കൂട്ടത്തല്ലുമാണ്. അപ്പം അരുണിൻ്റെ ടീമിൽ നിന്നും ഇതേ സമയം അരുണിൻ്റെയും ഈ പറയുന്ന വിശാലും സൗന്ദര്യം ഇവർ 3 ടീം, ഇവരുടെ ടീമിൽ നിന്ന് എല്ലാവരും വാരി പറക്കി അടിക്കണം. കാരണം അരുണും വിശാലും ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ള ടീമിൽ എന്ത് ചെയ്യാൻ പോകും? പറക്കാനും അവരെ തള്ളിയിടാനും ഒക്കെ പോകും. ഇതേ സമയം സൗന്ദര്യം മാത്രമേ അവിടെ ഉള്ളൂ ഇവരുടെ കട്ട പ്രൊട്ടക്ട് ചെയ്യാൻ. എല്ലാവരും സൗന്ദര്യം പിടിച്ച് മാറ്റിയിട്ട് കട്ടയെ പറക്കി എടുത്തുകൊണ്ട് പോകും. അരുണും വിശാലും വേറെ ടീമിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാനും പോകും. വിശാലും റയാനും കൂടി ഇതിൻ്റെ പേരിൽ പിടിവലിയാവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് തറയിൽ കിടന്ന് മറിയുന്നു. അടുത്ത് ബസറടിക്കുന്നു. രണ്ടാമത്തെ ബസറടിക്കുന്നു. അപ്പം റയാൻ്റെ മുഖത്ത് അടുത്ത റൗണ്ട് അടിക്കുന്നു. അപ്പം ഇങ്ങനെ കല്ലൊക്കെ എടുക്കുന്നുണ്ട്. റയാൻ്റെ മുഖത്ത് എന്തോ കൊണ്ടുവന്നൊക്കെ പറയുന്നു. അപ്പോൾ അരുൺ പറയാണ്, നീ ഇത് കൊണ്ടുപോതാ, അതിൻ്റെ മുഖത്ത് കൊണ്ട് നീ കല്ല് കൊണ്ടുപോയി, എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കല്ല് വീണ്ടും ഇങ്ങനെ കല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കല്ലിൻ്റെ പേരിൽ പിടിവലി, അത് എടുക്കാൻ പിടിവലി. വിശാലും റയാനും കൂടി ഇതിൻ്റെ പേരും പറഞ്ഞ് വഴക്കാവുന്നു. റയാൻ്റെ മുഖം എന്തോ മുറിയുന്നുണ്ട്, അതിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് കഴിയുന്നു. സൗന്ദര്യ ഈ പറഞ്ഞ കല്ലിൻ്റെ മിണ്ടായി കൂടെ മറഞ്ഞങ്ങ് വീട് കിടക്കുവാണ്. സൗന്ദര്യം കിടക്കുകയാണ്. കാരണം ഈ അരുണും വിശാലും കൂടെ നാട് തെണ്ടി നടക്കുവാണ്. ബാക്കിയുള്ളവരെ ചവിട്ടിയിടണം. ഇവരുടെ ടീം തോറ്റാലും ബാക്കിയുള്ളവരുടെ ചവിട്ടിയിടണം. അങ്ങനെ പോയി നടക്കുവാണ്. അപ്പോൾ സൗന്ദര്യം മാത്രമേ ഉള്ളൂ പ്രൊട്ടക്ട് ചെയ്യുക. സൗന്ദര്യം എല്ലാവരും കൂടെ പിടിച്ചു മാറ്റിയിട്ട് കല്ലെല്ലാവരും പറക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയം റയാൻ എന്ത് ചെയ്യുന്നു? മുത്തുവിൻ്റെ, മഞ്ചരിക്കിനെയും ദീപകിനെയും ഹെൽപ്പ് ചെയ്യാണ്. കാരണം ഇവർ ഒരുമിച്ച് നിന്ന് പ്ലേ ചെയ്യാനാണ് പരിപാടി. റയാൻ, ജാക്ലിൻ, രഞ്ജിത്ത് പ്ലസ് മുത്തു, മഞ്ചരി, ദീപക് ഇവർ 6 പേരുമായിട്ട് നിൽക്കാനാണ് പ്ലാന്. അങ്ങനെ ഇവർ നിന്ന് കളിക്കുകയാണ്. അപ്പോഴത്തേക്കും റയാൻ മുത്തുവിൻ്റെ, മഞ്ചരിയുടെയും ദീപക്കിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എത്ര കല്ലുണ്ടെന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ ദീപക്കിൻ്റെയും മുത്തുവിൻ്റെയും മഞ്ചരിയുടെയും ടീമിന് 45 കല്ല് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവർ പിടിച്ച് വാങ്ങിക്കുന്നതുകൊണ്ട് കളക്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി 45 കല്ല്. വിശാലിൻ്റെയും അരുണിൻ്റെയും സൗന്ദര്യയുടെയും കയ്യിൽ 10 ഉള്ളൂ. ബാക്കി എല്ലാവരും പറിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ജാക്ലിൻ, റയാൻ, രഞ്ജിത്തിൻ്റെ കയ്യിൽ 31 കല്ലുണ്ട്. ജെഫ്രി, അൻഷിത, പവിത്രയുടെ കയ്യിൽ 33 കല്ലുണ്ട്.
അങ്ങനെ അടുത്തൊരു ഇമേജ് വരികയാണ്. ഇനി നിങ്ങൾ കല്ലുകൾ ആവശ്യമില്ലാതെ പറക്കി ഇങ്ങനെ കൂട്ടിയിടാനോ അടുക്കി വെക്കാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡിന്റെ ചുറ്റും ഇപ്പം 3 പിക്ചേഴ്സ് ഉണ്ട്. ഈ 3 പിക്ചേഴ്സിൽ നിങ്ങൾക്ക് ഏതാണോ സെലക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ സാധനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അടുക്കി വെക്കാൻ പറ്റത്തുള്ളൂ കല്ലുകൾ എന്ന് പറയാണ്. അത് വേറെ ഒന്നുമല്ല, ഒന്നുകിൽ സ്ക്വയർ, അപ്പം 3 പിക്ചേഴ്സ് ഉണ്ട് മോഡൽ, ഒന്നുകിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അടുക്കി വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർ മോഡൽ ഉണ്ടല്ലോ, ഇങ്ങനെ സ്റ്റാർ, നമ്മളിങ്ങനെ നക്ഷത്രാമയൊക്കെ വരയ്ക്കത്തില്ലേ, സ്റ്റാർ മോഡൽ, ഇല്ലെങ്കിൽ ക്രോസ് മോഡൽ, ഇങ്ങനെ മാത്രമേ അടുക്കാനായിട്ടുള്ള ഒരു നിർവാഹം വരുന്നുള്ളൂ. മാത്രമല്ല കല്ലിന്റെ മുകളിൽ ഇനി പോലും മറിഞ്ഞു വീണ് കിടക്കാനും പറ്റത്തില്ല. ആ ബോർഡറിനകത്തേക്ക് കയറാൻ പറ്റില്ല. അതിനെ പുറത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പം എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി മുതൽ, അപ്പം റാണവ് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടോ ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് എന്താ, അടുത്ത ആഴ്ച റാണവെ നീ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, നിന്റെ കയ്യിൽ ഇരിപ്പ് പോലെ ഇരിക്കും, നീ സേവ് ആവോ ഔട്ട് ആവോ എന്നുള്ള കാര്യം. ഇപ്പം റാണവ് പറയുന്നത് കയ്യിലിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അത് കറക്റ്റാണ് റാണവ് പറഞ്ഞത്. മുത്തു, മഞ്ജരി, ദീപക് സംസാരിക്കുകയാണ്. മുത്തു പറയാണ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 എടുത്തോണം ആരേതായാലും. അപ്പം അടുത്ത 2 റൗണ്ട് കഴിയുമ്പം ഇനി ആരുടെ കയ്യിലാണോ കുറവുള്ളത് അവർ ഔട്ട് ആവുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. പവിത്ര, രഞ്ജിത്ത്, വിശാല്, മുത്തു ആണ് അടുത്ത് ബസർ അടിക്കുമ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിനിടയിൽ കൂടെ രഞ്ജിത്ത് വലിച്ചൊരു കല്ലെന്തോ ഇങ്ങനെ ഇടുന്നു, അരുണിന്റെ കയ്യിൽ വന്നത് വീഴുന്നു. അത് ഭയങ്കര ഭീകര അവസ്ഥയാണ്. അരുണിന്റെ കയ്യിൽ വന്ന് വീഴുന്നു. അരുൺ അവിടെ കിടന്നുകൊണ്ട് വിളിയും തുടങ്ങുന്നു. അവിടെ വന്ന് പിന്നെ അപ്പം അരുൺ കിടന്ന് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കല്ലൊക്കെ ഇട്ടിട്ട് അരുണിൻ്റെ അടുത്തോട്ട് പോകുന്നു. കല്ലൊക്കെ ഇട്ട് അരുണിൻ്റെ അടുത്ത് പോകുന്നു. പക്ഷേ ഈ കല്ലിട്ടോണ്ട് പോകുമ്പോഴത്തേക്കും ഓരോ അടുത്തും ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ മഞ്ജരിയുടെ ടീമിലാണെങ്കിൽ മഞ്ജരി കല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മഞ്ജരി ഇരിപ്പുണ്ട്. അപ്പുറത്തെ ടീമിലാണെങ്കിൽ അവിടെ അൻഷിത ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ പവിത്ര കാണും. തൊട്ടപ്പുറത്തെ ടീമിൽ സൗന്ദര്യ കാണും, അതിൻ്റെ അപ്പുറത്ത് ജാക്കലിൻ കാണും. ഇങ്ങനെയാണ് വിരിയിരിക്കുന്നത് കല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പം ഈ അരുൺ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എല്ലാവരും കൂടെ അരുണിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ സൗന്ദര്യം എന്ത് ചെയ്യുന്നു എന്ന് ഏറ്റവും പൊക്കി കെട്ടിക്കുന്ന മുത്തുവിൻ്റെ ടീമാണ്. ചവിട്ടി തള്ളിയിടുന്നു, ആ കല്ലിനെ വന്ന് ചവിട്ടി തള്ളു. പക്ഷെ സൗന്ദര്യം കളിച്ചാണ് ഗെയിം ഇങ്ങനെയാണ് കളിക്കാനുള്ളത്. പക്ഷേ ഇത് ഓൾറെഡി ഗെയിം ഇപ്പോൾ ഫ്രീസ് ചെയ്തവർ വെച്ചിരിക്കണം. അരുണിന് വയ്യാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയതല്ലേ. അപ്പം വിശാല് റയാൻ കുറച്ച് കഴിയുന്നു. വിശാല് പറയാണ് എന്നെ തള്ളിയിരുന്നു രഞ്ജിത്തണ്ണൻ, എന്നെ തള്ളിയിരുന്നു എന്നെ. അപ്പം അരുൺ പറയണേ എടാ അറിയാതെ നടന്നതാടാ അവിടെ, അന്നേരം രഞ്ജിത്തണ്ണൻ അറിയാതെ എന്നെ എടുത്തിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. അപ്പോൾ വിശാല് പറയണ ലേഡീസ് ഉള്ളതാണ്, എന്നിട്ട് ഇനിയിപ്പം നമ്മൾ അങ്ങനെ വലിച്ചറിയാനൊന്നും പാടില്ല. അപ്പം ആ ഡയലോഗ് എന്ത് ലേഡീസിന് മാത്രമേ ഉള്ളൂ, ജെൻസിനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റയാനും വിശാലും കൂടെ നല്ല പൂര വഴക്കാവുന്നു. നീ പോടാ കൊളന്തേ, നീ പോടാ നിന്റെ താരടാ സംസാരിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് കത്തടാ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരുടെ കിടന്ന് വഴക്കൂടുകയാണ്. അങ്ങനെ അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ് ചെയ്യാവൂ, എറിയരുത് എന്ന് ക്യാപ്റ്റൻ വിശാൽ പറയുന്നു. വിശാലും റയാനും പരസ്പരം സോറി പറയണം. ഭയങ്കര വഴക്കാവുന്നു. അപ്പോൾ ദീപക് പറയാണ് ഈ ടാസ്കിൽ നമ്മൾ അവിടെ ഫ്രീസ് ആക്കി വെച്ച സമയത്ത് സൗന്ദര്യം വന്ന് നമ്മുടെ കട്ടകളെല്ലാം ചവിട്ടി തള്ളി ഇട്ടു. അപ്പം നിർത്താൻ പറയുമ്പോൾ എന്തിനാണ് ഈ ചവിട്ടി തള്ളി ഈ സൗന്ദര്യം ഇട്ടത്? അപ്പോഴത്തേക്കും മുത്ത് പറയാണ് ശരിയാണ്, കല്ലെടുക്കാതെ നമ്മൾ എല്ലാവരും അരുണിനെ നോക്കാൻ പോയ സമയത്താണ് സൗന്ദര്യ നമ്മുടെ കല്ലുകളെല്ലാം ചവിട്ടി തള്ളി ഇട്ടത്. അരുണിന് വയ്യാതെ മെഡിക്കൽ എമർജൻസി ആയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ സൗന്ദര്യം പറഞ്ഞു ഓഹോ എല്ലാവരും പോയൊന്നുമില്ല, കുറച്ച് പേര് അന്നേരം കല്ല് പറക്കിക്കൊണ്ടിരുന്നു, അപ്പോൾ ഗെയിം എന്താ അവിടെ നടക്കുന്നില്ലായിരുന്നു. മുത്ത് പറയാണ് ഇനി മുതൽ എന്നിട്ട് എന്ത് ചെയ്യും സൗന്ദര്യം നമ്മൾ തള്ളിയിട്ടെന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ സൗന്ദര്യം പറഞ്ഞു ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല, വിശാലെ ഇവർ വളച്ചൊടിക്കുകയാണ്. വിശാലും റയാനും കൂടി പറയാണ് ഇനി മുതൽ മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ഗെയിം നമ്മൾ ഹോൾഡ് ആക്കും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിം അവിടെ ഹോൾഡ് ആക്കും, പിന്നെ കളിക്കാൻ പാടില്ല. അപ്പോൾ ജാക്കിലിനൊരു ഡയലോഗ് പറയുന്നത് അത് കറക്റ്റ് കാര്യമാണ്. ഞാൻ പറയട്ടെ, ഗെയിം കളിക്കുന്നവർ ഗെയിം കളിച്ചോട്ടെ. ഈ സമയത്ത് ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി വരുമ്പോൾ അയാളുടെ അടുത്തോട്ട് പോകണം എന്നുള്ളൊരു പോട്ടെ. ഗെയിം കളിക്കുന്നവർ ഗെയിം കളിക്കട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഗെയിം അനങ്ങൂല, ഇങ്ങനെ തന്നെ ഇരിക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഒരാളവിടെ മറിഞ്ഞ് വീഴുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ നോക്കാനായിട്ട് ഒരാൾ പൊയ്ക്കോട്ടെ, പോകണമെന്ന് പറഞ്ഞില്ല. കളിക്കുന്നവർ ഗെയിം കളിക്കട്ടെ, അവരെ തടസ്സപ്പെടുത്തരുത്. അപ്പോൾ മുത്ത് പറയാണ് ജാക്കലിൻ പറഞ്ഞ ഒരു നല്ല ഓപ്ഷനാണ്, ശരിയാണ്, അത് നമ്മൾ തീരുമാനിക്കണം. എന്താ അല്ലെങ്കിൽ ഗെയിം റെസ്ട്രിക്റ്റഡ് ആവും. നമ്മൾ തന്നെ കുറേ നിയമങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും നടക്കൂല, ടാസ്ക് അങ്ങോട്ടും നടക്കത്തില്ല എന്ന് പറയുന്നു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മടിയാവാൻ കാരണം. അപ്പോൾ വിശാൽ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും മറിഞ്ഞു വീഴുകയോ കല്ലാരെങ്കിലും ദേഹത്ത് തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് ആവശ്യം, ഇപ്പം എനിക്ക് തോന്നുന്നു അയ്യോ മറിഞ്ഞു വീണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ഗെയിം കളഞ്ഞുകൊണ്ട് അയാളെ രക്ഷിക്കാനായിട്ട് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഗെയിമിൽ തന്നെ കളിക്കാം. അതിനകത്ത് ഒരഭിപ്രായം ആർക്കും പറയാനും പറ്റത്തില്ല എന്ന് പറയുന്നു. വീണ്ടും കല്ലുകൾ അടുക്കി ജഫ്രിയുടെ ടീം വെക്കുകയാണ്. അപ്പം ഈ ബസർ അടിക്കുന്നില്ലല്ലോ, ഇപ്പം എല്ലാം കഴിഞ്ഞപ്പം കല്ലുകൾ അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്തിനു കല്ല് അടുക്കി? ബസർ അടിക്കുന്ന സമയത്താണ് കല്ലുകൾ അടുക്കാനുള്ളത്. അപ്പം നിങ്ങൾ ആ മോഡലല്ല ഇപ്പം കല്ലടിക്കുന്നത്, ബാക്കി കല്ലൊക്കെ വീണ്ടും പറക്കി അടുക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രശ്നമാവാണ്. അപ്പം മഞ്ജരി പറയാണ് അപ്പോൾ ഓക്കെ സോറി എന്ന് അൻഷിതയുടെ ടീം പറയുന്നു. മഞ്ജരി സോറി പറയുമ്പോൾ ഇവിടെ എല്ലാം അങ്ങ് തീരുമല്ലോ, അതാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പം അൻഷിത പറയാണ് ജാക്കിലിനെ നീ ഇളക്കി വിടാം, നീ നിന്റെ സ്വന്തം കാര്യം നോക്ക് കേട്ടാ,
അപ്പൊ വിശാൽ ഒന്ന് സമാധാനപ്പെട്. അൻഷിത അപ്പുറത്തുനിന്ന് പറയുന്നു, ജാക്ലിൻ ഇപ്പുറത്തുനിന്ന് പറയുന്നു. നീ സമാധാനപ്പെടണം. നീ എന്തിനാണ് ഇവിടെ പറക്കി അടുക്കി വെച്ചത്? നീ എന്തിനാണ് ഇപ്പൊ പറക്കി അടുക്കി വെച്ചത്? നീ എന്തിനാണ് ചെയ്തത്? എടി നീ നിന്റെ കാര്യം നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ലിനും അൻഷിതയുടെ യമണ്ടം വഴക്ക്. വിശാല ക്യാപ്റ്റൻ ഒന്ന് സമാധാനിക്ക്. ഞാൻ വന്ന് പറഞ്ഞോട്ടെ, ഞാൻ ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ ആരും കേൾക്കുന്നില്ല. വിശാല മാക്സിമം സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ജാക്ലിൻ അവളാണ്. അപ്പൊ പവിത്ര പറഞ്ഞു, എന്റെ പൊന്ന അൻഷിത നീ ഒന്ന് വാ മൂടി ഒന്ന് ഇരി. അപ്പോഴത്തേക്കും പവിത്രയുടെ ടീമാണല്ലോ അൻഷിത. അപ്പൊ അൻഷിത എന്തിനടി നീ എന്റെ വാ മൂടാൻ പറഞ്ഞു? നീ എന്റെ മിണ്ടാതിരി എന്ന് പറയാം. വാ മൂടാൻ എന്ന് പറയേണ്ട കാര്യം നിനക്കില്ല പവിത്ര, നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? അപ്പൊ ജാക്ലിൻ പറയണം, അവള് മാത്രം ശരി ലോകത്ത് എന്നാണ് അൻഷിത കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പവിത്രയും അൻഷിതയും കൂടെ വഴക്കാവുന്നു. നീ എന്തിനടി എന്റെ വാ മൂടാൻ പറഞ്ഞു? നിനക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല, നീ അത് പറയാൻ ആരടി എന്ന് പറഞ്ഞിട്ട് പവിത്രയും അൻഷിതയുടെ ഭയങ്കര വഴക്ക്. നീ അല്ലാതെ കേൾക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും അമേദിയ ഇരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് പവിത്ര മനുഷ്യരുടെ യമണ്ടം വഴക്ക്. വിശാൽ അതിൻ്റെ ഇടയിൽ പോയി കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? പവിത്രയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടും അൻഷിതയുടെ അടുത്ത് കൂളായിട്ടും പറയുന്നു. വിശാലും അൻഷിത ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ പറഞ്ഞു വിശാല് പറഞ്ഞ് മടുക്കുന്നു. ആരും കേൾക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ പറഞ്ഞ് ആരും കേൾക്കുന്നില്ല, എല്ലാവരും ഒന്ന് നിർത്ത് എന്നും പറഞ്ഞോണ്ട് വിശാൽ ഒരുവിധം പറഞ്ഞ് നിർത്തും. അപ്പൊ ജാക്ലിൻ പറഞ്ഞു, നീ പവിത്രയുടെ അടുത്ത് ഒരു ടോണോ അൻഷിതയുടെ അടുത്ത് ഒരു ടോണോ. വിശാൽ പറഞ്ഞു സോറി. അങ്ങനെ ആ പ്രശ്നം ഒരുവിധം സോൾവ് ആവുന്നു. അടുത്ത റൗണ്ട് വരുന്നു. അപ്പോഴേ ജെഫ്രി, അരുൺ, മുത്തു, റയാൻ ഇവരാണ് കല്ല് പറക്കാൻ പോകുന്നത്. അൻഷിത ഇതേ സമയം ഓടി വന്ന് മഞ്ചരിയിൽ അത് ചവിട്ടി തള്ളിയിടുന്നു. അത് നല്ല പൊക്കത്തിൽ പറക്കി വെച്ച് അത് ചവിട്ടി തള്ളിയിടുന്നു. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചവിട്ടാവുന്നു. മഞ്ചരിയുടെ വന്ന് അൻഷിത ചവിട്ടുന്നു, അടുത്ത് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോയി ചവിട്ടുന്നു, അവിടെ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പൊ അങ്ങനെ എല്ലാവരും അതും ചവിട്ടി തള്ളിയിടുന്നു. നാല് പാടായിട്ട് കിടക്കുവാണ്. പിന്നെയാണ് ഒരു യുദ്ധം. ഇങ്ങോട്ടെടുക്കുന്നു, കല്ലുകൾ വാരി എറിയുന്നു, അങ്ങോട്ട് എറിയുന്നു, പലരുടെയും ദേഹത്ത് കൊള്ളുന്നു. അൻഷിത മഞ്ചരിയെ പിടിച്ച് ലോക്കാക്കി വെച്ചിരിക്കുന്നു. പവിത്ര ജാക്ലിനെ പിടിക്കുന്നു, ജാക്ലിൻ തിരിച്ച് പവിത്രയെ പിടിക്കുന്നു. ജാക്ലിൻ സ്വന്തം ടീമിനെ കളഞ്ഞിട്ട് മുത്തുവിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് കിടക്കുന്നു. വിശാല് മുത്തുവിനെ പിടിച്ച് ഇറക്കി വെക്കുന്നു. ജെഫ്രി ദീപക്കിനെ പിടിച്ചിറക്കി വെക്കുന്നു. രഞ്ജിത്ത് സൗന്ദര്യം പിടിച്ചിറക്കി വെക്കുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നം, ഭയങ്കരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നമായിരുന്നു. നമ്മൾ കാണേണ്ട സാധനം തന്നെയായിരുന്നു. ഇവരുടെ ദേഹമെല്ലാം മുറിഞ്ഞ് തള്ളുന്നുണ്ട്. ഇതിനിടെ കൂടെ മുത്തു മറിഞ്ഞു വീണ് മുത്തുവിൻ്റെ കാലിലൊക്കെ മസിൽ കയറി. ഗെയിം ഹോൾഡ് എല്ലാവരും ഗെയിം ഹോൾഡ് ചെയ്ത് മുത്തുവിന് ഇങ്ങനെ തടവിയൊക്കെ കൊടുത്ത് കാലിലെ മസിൽ കയറി അതൊക്കെ പിടിച്ചൊക്കെ കൊടുക്കുന്നു. ഇതിനിടെ കൂടെ പവിത്രയും ജാക്കിലോട് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലിയാകുമ്പോൾ പവിത്ര കടിക്കുന്നത് മഞ്ചരി കാണുന്നു. നീ എന്തിനാണ് ഈ കടിച്ചത്? നീ കുറെ നേരമായി കടി തുടങ്ങിയിട്ട് എന്റെ മുട്ടിൽ നീ കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നാകെ മൊത്തം വഴക്ക്. പവിത്ര ഐ ആം സോറി പറഞ്ഞല്ലോ, തീർന്നല്ലോ, ഇനിയിപ്പോൾ ഈ കാര്യം മിണ്ടാൻ പാടില്ല, അതാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പൊ പവിത്ര ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, എനിക്ക് പക്ഷെ അന്നേരത്തെ അതല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയും കിടന്ന് നിലയ്ക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ പൊന്നെ ഒരു ഭയങ്കര ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കല്ലുകളും മാക്സിമം ഈ പറയുന്ന മുത്തൂര ടീമിന്റെ കയ്യിലാണ് കൂടുതൽ കല്ലിരുന്നത്. ഈ കല്ല് മൊത്തവും ഏതാണ്ട് ഒരു 10 കല്ല് മാത്രം അവിടെ ബാക്കിയാക്കിയിട്ട് മൊത്തം കല്ല് അൻഷിത ടീമും കടത്തുന്നു. അൻഷിത, പവിത്ര, ജെഫ്രി കടത്തിയതാ. ഞാൻ നോക്കുമ്പോൾ എപ്പിസോഡിൽ ഇനി മല പോലെ ഒരു റൂമിന്റെ മണ്ടേറ്റം വരെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിന്റെ ചുറ്റും അൻഷിത നിൽക്കുന്നുണ്ട്, പവിത്ര നിൽക്കുന്നുണ്ട്, ജെഫ്രി നിൽക്കുന്നുണ്ട്. ദീപക് വന്ന് ഒരൊറ്റ ചവിട്ടല്ല ഇങ്ങനെ ഒരൊറ്റ തള്ളി, കാരണം മല പോലെ നിൽക്കുക, തള്ളിയിരുന്നു. ഇതിന്റെ തൊട്ട് പിറകിൽ അൻഷിത നിൽക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? കാരണം തലമണ്ടയിൽ ഇടിഞ്ഞു വീഴും, ഈ സാധനം തലമണ്ടയിൽ ഇടിഞ്ഞു വീഴും. അങ്ങനെ ഇത് വന്ന് അൻഷിതയുടെ പുറത്ത് വീഴുന്നോ എന്തോ അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. പക്ഷേ അൻഷിത അത് കഴിഞ്ഞ ഉടനെ അൻഷിത കിറങ്ങിയിരിക്കുകയാണ്. അൻഷിത പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടി തലയിൽ കൊണ്ട് എനിക്ക് ഒരുമാതിരി ആവുന്നു. അപ്പം എല്ലാവരും അൻഷിത എടുത്തു. അപ്പം വേണ്ട ഞാൻ ഓക്കെ ആയിക്കോളാം. കാരണം ആ ഇടി കിട്ടിയതിൽ ആക്കാതിൽ അൻഷിത ഇടി കിട്ടി അൻഷിത കിറങ്ങി, ആ ഒരു അവസ്ഥയായിപ്പോയി. എന്നിട്ടും ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും നടന്നിട്ട് ബിഗ് ബോസ് ഒന്നും. അപ്പം അൻഷിത പറഞ്ഞു കുറച്ച് സമയം എടുക്കും എന്നെല്ലാം പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഇതിന് ശേഷമാണ് ഇവർ നല്ല മല പോലെ പൊക്കി കെട്ടുന്നത്. ഇതിപ്പം ഈ അടി നടന്ന മല പോലെ അല്ല കേട്ടോ, കുറച്ച് ഇതിന് ശേഷമാണ് കുറച്ച് ഇവർ കെട്ടിപ്പൊക്കുന്നുള്ളൂ. അപ്പോഴാണ് അൻഷിതയുടെ തലയിൽ കൊണ്ടുവന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് മല പോലെ പൊക്കി കെട്ടുന്നത്. അതിന് വന്ന് മുത്തു ഒരൊറ്റ ചവിട്ട്, അത് പൊക്കി അങ്ങ് കെട്ടുവാണ് ഇവർ. ഒരു പൊക്കി കെട്ടുന്നതിന് മുത്തു വന്ന ഒരൊറ്റ ചവിട്ടിൽ അത് മൊത്തം മറിഞ്ഞു വീഴുന്നു. അതിന്റെ പിറകിലൊക്കെ നിറച്ച ആൾക്കാർ നിൽക്കണം. അവരൊക്കെ തലയിൽ വീണ് മരിച്ചു പോവും ഇവർ കാണിക്കുന്ന വേല. പിന്നെ വിശാൽ അരുണിൻ്റെ അടുത്ത് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് വിശാലിന് ഭയങ്കര മെന്റൽ പ്രഷർ കയറുന്നു. എനിക്ക് പേടിയാവുന്നു, ഞാൻ നോക്കൂല എന്ന് പറഞ്ഞാൽ വിശാൽ ഭയങ്കരമായി കിടന്ന് കരയുന്നു. അരുൺ കിടന്ന് ആശ്വസിപ്പിക്കുന്നു. അപ്പം അരുണും സൗന്ദര്യം ഈ പറയുന്ന വിശാലോടെ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ഇവർക്ക് വയ്യ, ഇതിനകത്ത് ഇടപെടാൻ വയ്യ, ആ ലെവലായിപ്പോയി. കാരണം ഇത് കണ്ട് സഹിക്കാൻ വയ്യ. വിശാലിന്റെ കാര്യമാണ് നമുക്ക് കറക്റ്റ് അറിയാൻ വരുന്നത്. അപ്പൊ ജെഫ്രിയും മുത്തും കൂടി ഇതേ സമയം മുത്തു പറയാണ്, കല്ലെടുത്ത് നീ എന്തിനാണ് കല്ലെടുത്തോണ്ട് പോയത്? കല്ലെടുത്ത് എന്തിനാണ്? അപ്പൊ മുത്തു എന്തിന് ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഓരോരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
ജെഫ്രിയും മുത്തും കൂടെ സംഭവം അവിടെ കിടക്കുവാണ്. മുത്തുവിന്റെ കയ്യിലൊരു കല്ലിങ്ങനെ ഒരു മുഖത്തിന്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ കല്ല് ഒരൊറ്റ കല്ലിന് വേണ്ടി മുത്തുവും ജെഫ്രിയുടെ അടി കൂടുന്നു. അപ്പൊ റയാൻ വന്ന് ഈ കല്ലെടുത്തോണ്ട് പോകുന്നു. എന്തിന്? നിങ്ങൾ ഈ മുഖം കയറി കൊള്ളും, ഇനി അടുത്ത് പ്രശ്നമാകുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോൺഷ്യസ് ആണല്ലോ, നീ എന്തിനെ കല്ലെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വഴക്കാവുന്നു. അപ്പൊ നിന്റെ കല്ല് നിങ്ങൾ എന്തോ ചെയ്യുന്ന തിരിച്ചു, നീ എന്തിന് ഗെയിമിൽ കൊണ്ടുവന്ന് കല്ല് വെച്ചത്, നിന്റെ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വിശാലും റാണവും കൊണ്ടിട്ട് അവിടെ കിടന്ന് വഴക്ക്. ആകെ മൊത്തം വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തല്ല്. അവസാനം ബിഗ് ബോസ് ഒന്നും കൂടെ കട്ടുകൾ എന്നാ പറയുന്നു, സൗന്ദര്യയും അരുണിന്റെയും വിശാലിന്റെ കയ്യിൽ 6 കട്ട, അടുത്ത് മുത്തുവിന്റെയും അഞ്ജലിയുടെയും ദീപകിന്റെയും കയ്യിൽ 52 കട്ട, അൻഷിതയുടെയും ജെഫ്രിയുടെയും പവിത്രയുടെയും കയ്യിൽ 94 കട്ട, അടുത്ത് നമ്മുടെ റയാൻ, രഞ്ജിത്ത്, ജാക്ലിന്റെ കയ്യിൽ 73 കട്ട. അപ്പം 6 കട്ട മാത്രമുള്ള വിശാലും ഈ പറയുന്ന സൗന്ദര്യയും ദീപക്കും ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് നിർത്തി നാളെ രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് ഭീകരമായ ഒരു ടാസ്ക്കാണ്, ഭീകരമായ അപകടം വരുന്നൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് രാത്രി മുത്തുവും ദീപക്കും മഞ്ചേരികളുള്ള പ്ലാനിങ് ആണ്. മുത്ത് പറയാണ് ജെഫ്രി നന്നായിട്ട് കളിക്കുന്നുണ്ട്, നമുക്ക് ഫൈനൽ വരെ പോരാടണം, എന്നിട്ട് തോറ്റാലും കുഴപ്പമില്ല, ആ കാര്യം പിന്നെ ഫിനാലിൽ അവനെ തോൽപ്പിക്കണം എന്നുള്ള ലെവലിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജാക്ലിൻ അപ്പം ദീപക് പറയാണ് അൻഷിതയുടെ അടുത്ത് സംസാരിക്കണം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഒപ്പിക്കാം. ജെഫ്രി സംസാരിക്കാൻ പോകല്ലേ. അപ്പം മുത്തു ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല ആരെയും. ഇതിന് മുത്ത് പറയണം രാവിലെ ആവട്ടെ, ജാക്ലിൻ്റെ അടുത്ത് ചോദിക്കുക എന്താണ് അവരുടെ പ്ലാൻ എന്ന്, എന്നിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. പിന്നീട് ജാക്ലിൻ സൗന്ദര്യം അറിയാനിരിക്കുന്നു. ജാക്ലിൻ പറയാണ് ജെഫ്രി, അൻഷിത, പവിത്ര എന്ത് ക്ലവറാണ് അവർ കളിക്കുന്നത്, കൊള്ളാം എന്തായാലും. അപ്പം റയാൻ ദീപക് തള്ളിയപ്പം അൻഷിതയുടെ തലയിൽ വീഴുന്ന ഞാൻ കണ്ടില്ല, പക്ഷെ അൻഷിത തലയിൽ എങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു, അൻഷിയുടെ മൂവ് കൊള്ളാം കേട്ടോ എന്നിങ്ങനെ റയാൻ പറയുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു, ആരുടെയും പേര് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഈ വീക്ക് ഒരു വേസ്റ്റ് പ്ലെയർ എന്നൊന്നും പറയാൻ ആരുമേ ഇല്ല. ഞാനിങ്ങനെ ആലോചിച്ചു ഈ ടാസ്ക് ഒക്കെ നടന്ന സമയത്ത് സത്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മോ ഭയങ്കര വയലൻസ് ആയേനെ. റാണവ് ഇന്നലെ ഉള്ള പോലെ ഒന്നുമല്ല, ഇന്നുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വയലൻസ് ആയേനെ, ഈ സാധനം ഭയങ്കര പ്രശ്നമായേനെ. ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ ടാസ്ക്. എത്രയും വേഗം നിർത്തിയിട്ട് മര്യാദയ്ക്ക് അവരവരുടെ ജീവിതങ്ങളെ നോക്കിയിരിക്കുന്നതായിരിക്കും ബിഗ് ബോസിന് നല്ലത്. കാരണം ഇതിത്തിരി കൂടിപ്പോയി. കാരണം ഇന്റർലോക്കിന്റെ അത്ര കട്ടിയുള്ള കട്ടകൾ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കഴിഞ്ഞാലുള്ള അവസ്ഥ അത് ഭയങ്കര ഒരു ഭീകര അവസ്ഥയാണ്. നമുക്ക് നോക്കാം നാളെ എന്താവും എന്നുള്ളത്. ഒരു ടീം ഔട്ടായി, എല്ലാവരും സൂപ്പറായിട്ട് ക്ലവറായിട്ട് കളിക്കുന്നുണ്ട്. സംഭവം മുത്തു ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഒരു കോംബോ വന്നിട്ടുണ്ട്. നമുക്കറിയാം ടോപ്പ് 5 വരാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് ഏതാണ്ട് ഉറപ്പായി. ആരൊക്കെ ടോപ്പ് 5 കാണുമെന്ന് എനിക്ക്, ടോപ്പ് 6 ഞാൻ പറഞ്ഞല്ലോ, 5 ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിലെ ടോപ്പ് 6 ഞാൻ പറയാം, അത് തന്നെ ആയിരിക്കും മിക്കവാറും. ഇന്നലെ ഞാൻ വന്ന് നിങ്ങളുടെ ഒരു ഗസ് പറഞ്ഞിരുന്നു, നാളെ ചിലപ്പോൾ മഞ്ചേരി കൂടെ ഇവരുടെ ടീമിലെടുത്ത് ഇടും. അതുപോലെ തന്നെ നടന്നു. എൻ്റെ മനസ്സിലെ ടോപ്പ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാ, ഓർഡർ ഞാൻ പറയുന്നില്ല, എങ്ങനെ വേണം വരാം. മഞ്ചേരി കാണും, മുത്തു കാണും, ദീപക് കാണും, അരുൺ കാണും, ജാക്ലിൻ കാണും, സൗന്ദര്യ കാണും. ഇത് തന്നെയായിരിക്കും ടോപ്പ് 6. ഇതിൽ വലിയ മാറ്റം വരാനൊന്നും പോകുന്നില്ല. അപ്പം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം. ദീപക്, മഞ്ചരി, മുത്തു, ജാക്ലിൻ ഇവർ കട്ടയ്ക്ക് ഒരുമിച്ചാണ് നിൽക്കുന്നത്, കട്ടയ്ക്ക്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ അരുണും സൗന്ദര്യമാണ്. സൗന്ദര്യം ജാക്ലിന്റെ കൂടെ ഉണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അറിയാലോ സൗന്ദര്യക്ക് ഗെയിം അയ്യോ ഞാൻ ഗെയിമിലാണല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു തിരിച്ച് വരക്കമുണ്ട്. ആ ഒരു മാറ്റം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പ് 6 എന്ന് ഞാൻ പറഞ്ഞതിൽ ഇതിനകത്തൊരു 4 കണ്ടസ്റ്റന്റ് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അത് അവർക്ക് ഭയങ്കര നേട്ടമാണ് അത്. നമുക്ക് നോക്കാം. എന്തായാലും നാളത്തെ അപ്ഡേറ്റോടെ ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.